ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് CFD ഫേംസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് രണ്ട് കാറ്റഗറിയാണുള്ളത്, CFD ഫേംസും ഫ്യൂച്ചർ പ്രോപ്പ് ഫേംസും. ഓക്കെ, നമുക്ക് ആദ്യം CFD ഫേംസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ടൈം കുറവുള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡായിട്ട് പോവുകയാണ്. CFD ഫേംസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെൽ നോൺ ഫേംസ് ആണ് ഫണ്ടിങ് വിപ്സ്, 5%, ആൽഫ ക്യാപിറ്റൽ, E8 മാർക്കറ്റ്സ്, ഫിക്സിഫൈ, മൈ ഫണ്ടഡ് എഫക്ട്സ്, കോൺടെക്കീൽ. ഓക്കെ, ഇത് ഫോർമലി ഒരു അസെൻഡെക്സ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്പനി ആയിരുന്നു. അത് ഈ റീസെൻ്റ്ലി ആണ് അവർ മാറിയത്. ഈ മെൻഷൻ ചെയ്തിട്ടുള്ള എന്താ കമ്പനികളെല്ലാതും അത്യാവശ്യം പേ ഔട്ട് ഒക്കെ കൊടുക്കുന്നൊരു കമ്പനികളാണ്. ഇനി ഫ്യൂച്ചർ ഫേംസ് ഇതൊരു സെപ്പറേറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കത് ഇപ്പം ഞാൻ പറയുന്നില്ല, ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഓക്കെ, നമുക്കത് സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ എടുത്തു പോവാം. ഇനി ഒരു CFD ഫേംസ് അല്ലെങ്കിൽ ഒരു ഫണ്ടഡ് ഫേം നമ്മൾ നോക്കേണ്ട മെയിനായിട്ടുള്ള കുറച്ച് സിനാരിയോസ് എന്താണെന്നുള്ളതാണ് വരുന്നത്. ആ ഫേം ബ്രോക്കർ ബാക്ക്ഡ് ആയിട്ടുള്ള ഫേം ആണോ നമ്മൾ നോക്കണം. ഏതെങ്കിലും ബ്രോക്കേഴ്സ് ബാക്ക് ചെയ്യുന്ന ഫേം ആണോ. ഈ 5% എന്ന് പറയുന്ന കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ബ്രോക്കർ തന്നെയുണ്ട്. ആൽഫ ക്യാപിറ്റലുണ്ട്, E8 മാർക്കറ്റ്സിനുണ്ട്, ഫിക്സിഫൈക്കുണ്ട്, കോൺടെക്കീലിനുണ്ട്, മൈ ഫണ്ടഡ് എഫക്ട്സിനുണ്ട്. ഫണ്ടിങ് വിപ്സിനെ അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല അവരുടെ ബ്രോക്കർ തന്നെയാണോ എന്നുള്ളത്. ഇനി ഫസ്റ്റ് ബ്രോക്കർ ബാക്ക്ഡ് ഫേം ആണോ നോക്കാം. സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് ട്രസ്റ്റ് പൈലറ്റ് റിവ്യൂ നോക്കണം. ഓക്കെ, ട്രസ്റ്റ് പൈലറ്റ് റിവ്യൂ എന്താണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങൾ ട്രസ്റ്റ് പൈലറ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഏത് ഫേമാണ് എടുക്കാൻ പോകുന്നത് ആ ഫേമിൻ്റെ പേരടിച്ചു കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഒരു ഡിഫറൻസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഇതൊരു പ്രോഫേമാണ്, ഓൾറെഡി പൂട്ടി പോയിട്ടുള്ളൊരു പ്രോഫേമാണ്. ഇപ്പോൾ ഇവരുടെ DE ഫണ്ടഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഇതിലൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എടുക്കാൻ കാരണം ഇതിൽ കുറച്ച് ഫ്രീ അക്കൗണ്ട് അവർ തരുന്നതുകൊണ്ടാണ് എടുത്തത്. 422 പേര് നെഗറ്റീവ് റിവ്യൂ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ പെട്ടെന്ന് നമ്മൾ ഒരു ഫണ്ടിങ് വിപ്സിൻ്റെ ഒരു റിവ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടോ 16,000 പേര് ഓൾമോസ്റ്റ് നല്ല റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പേ ഔട്ട് ഡിനേലോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. ഇനി നമുക്കൊരു വേറൊരു കമ്പനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ ക്യാപിറ്റൽ നോക്കാം. ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പ്. ഓക്കെ, ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിലൊരു 7,500 റിവ്യൂസ് നമുക്കുണ്ട്. ഓക്കെ, ഇത് റിവ്യൂ നോക്കേണ്ട ഒരു സംഭവം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഇത് എല്ലാവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുന്നതിനേക്കാളും നല്ലത് ഇതിൽ നമുക്കൊരു സൈറ്റ് ഉണ്ട്, പ്രോഫേം മാച്ച് എന്ന് പറയുന്നൊരു സൈറ്റ്. ഓക്കെ, ഈ പ്രോഫേം മാച്ചിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കൊരു ഫോറക്സ് CFD ഫേം ആണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫോറക്സ് ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു 50K 100K അക്കൗണ്ടാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അക്കൗണ്ട് വേണോ, 1 സ്റ്റെപ്പ് അക്കൗണ്ട് വേണോ, 2 സ്റ്റെപ്പ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ 1 സ്റ്റെപ്പും 2 സ്റ്റെപ്പും ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൽ ഫ്രീ ചലഞ്ച് അക്കൗണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ടൈപ്പ് ഉള്ളതുകൊണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബ്രാൻഡുകൾ മാത്രമേ കാണിക്കത്തുള്ളൂ. നമുക്ക് നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള, അതായത് എന്താണ് നമ്മുടെ ഡീറ്റെയിൽസ് വരുന്നത്, അതിൻ്റെ പ്രൈസ് അനുസരിച്ച് വരും, അക്കൗണ്ട് സൈസ് അനുസരിച്ച് വരും, പ്രോഫിറ്റ് സ്പ്ലിറ്റ് അനുസരിച്ച് വരും, എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ്, നമുക്ക് എത്ര പേ ഔട്ട് വരുന്നുണ്ട്, ഇതൊക്കെ ഇതിൽ കാണിക്കും. ഓക്കെ, എവിടുത്തെ ഫേം ആണെന്നുള്ളതൊക്കെ കാണിക്കും. നമുക്ക് പേ ഔട്ട് ഏറ്റവും കുറവുള്ളത് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് കേൾക്കാത്ത ഫേംസൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇതിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കാം. ഫണ്ടിങ് വിപ്സിൻ്റെ ആക്ടിവേഷൻ ഫീ 199 ഒരു അക്കൗണ്ടൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇവരുടെ ബാസ്ക്കറ്റിലേക്ക് ഇതെടുത്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവർ തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തോളും. ഓക്കെ, ഇത് വൺ ഓഫ് ദ തിങ്. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് നമുക്ക് വേറൊരു സംഭവം ഉള്ളത് എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പ്രോപ്പ് ഫേംസ്, ഈ CFD ഫേംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ ഏകദേശം ഒരു ഡൗട്ട്. ഓക്കെ, ഇവർ നമുക്ക് സിമുലേറ്റഡ് അക്കൗണ്ടാണ് തരുന്നത്, അതായത് ഒരു ഡെമോ അക്കൗണ്ട് പോലെയാണ് തരുന്നത്. ഇതിൽ ഫണ്ടിങ് വിപ്സിൻ്റെ സൈറ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഏകദേശം 7,50,000 ട്രേഡേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏകദേശം 15 കോടിയാണ് ഒരു ആവറേജ് ഒരാൾ $200 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15 കോടി ഡോളേഴ്സാണ് അവരുടെ ഇൻകം ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിലൊരു 10% ട്രേഡേഴ്സ് അത് വിൻ ചെയ്യുന്നു എന്ന് കരുതാം. ഈ ട്രേഡിലെല്ലാതും പാസ്സായിട്ട് അവർ പാസ്സാവുന്ന ഒരു 75,000 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ആ 75,000-ലും ഒരു 2% ആൾക്കാരായിരിക്കും പേ ഔട്ട് എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. പേ ഔട്ട് എന്നുള്ള, അതായത് ആരെങ്കിലും ഒരു പേ ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നത്. അതിലെ ഏകദേശം ഒരു 2-3% മന്ത്ലി എടുക്കുന്ന ട്രേഡേഴ്സ് ആയിരിക്കും സക്സസ്ഫുൾ ആവുന്നത്. ഓക്കെ, ഈ 2-3%-ലും അവർ കട്ട് ഡൗൺ ചെയ്യും. ഓൾമോസ്റ്റ് അവരുടെ റൂൾസ് അതുപോലെയാണ്. അപ്പോൾ ഈ റൂൾസ് എന്താണെന്നുള്ളതും CFD ഫേംസിൻ്റെ റൂൾസ് എന്താണെന്നുള്ളതും ഫ്യൂച്ചേഴ്സ് ഫേംസിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതും CFD ഫേംസിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളതിലും നമ്മളൊരു അടുത്ത വീഡിയോ ആയിട്ട് വരും. ഓക്കെ.
Thank you so much for watching. Let's catch up in the next video.